ഇത് രാമേശ്വരം. സീതാദേവിയും ഭഗവാൻ ശ്രീരാമനും ചേർന്ന് ശിവലിംഗ പ്രതിഷ്ഠ നടത്തിയ മഹാക്ഷേത്രം. ഭാരതത്തിലെ 4 മഹാക്ഷേത്രങ്ങളിൽ ഒന്നാണിവിടം. വടക്ക് ബദ്രീനാഥ്, കിഴക്ക് പുരി ജഗന്നാഥ ക്ഷേത്രം, പടിഞ്ഞാറ് ദ്വാരക, തെക്ക് രാമേശ്വരം എന്നിങ്ങനെയാണവ. ഇതിൽ രാമേശ്വരം മാത്രമാണ് ശിവക്ഷേത്രം. ഭാരതത്തിലെ 12 ജ്യോതിർലിംഗ ക്ഷേത്രങ്ങളിൽ ഒന്നുകൂടിയാണ് രാമേശ്വരം രാമനാഥസ്വാമി ക്ഷേത്രം. രാമായണകാലം മുതൽ ഭാരതം മുഴുവൻ പ്രസിദ്ധമായ സ്ഥലമാണ് രാമേശ്വരം. തമിഴ്നാട്ടിലെ രാമനാഥപുരം ജില്ലയിലെ ഒരു ദ്വീപാണ് രാമേശ്വരം. ശ്രീലങ്കയോട് ഏറ്റവും അടുത്തു കിടക്കുന്ന ഭാരതത്തിൻ്റെ പ്രദേശവും ഇതാണ്. ഇവിടെ ധനുഷ്കോടിയിൽ നിന്നാണ് ഭഗവാൻ ശ്രീരാമൻ രാവണ നിഗ്രഹത്തിനും സീതാദേവിയെ വീണ്ടെടുക്കുന്നതിനുമായി വാനരശ്രേഷ്ഠന്മാരുടെ സഹായത്താൽ രാമസേതു നിർമ്മിച്ച് ശ്രീലങ്കയിലേക്ക് പോയതും രാവണ നിഗ്രഹം നടത്തിയതും. രാമേശ്വരം ദ്വീപിനെയും പ്രധാന കരയെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് പാമ്പൻ പാലമാണ്. ബസ്സുകൾക്കും കാറുകൾക്കുമൊക്കെ പോകുന്നതിനുള്ള പാലവും 2 റെയിൽവേ പാലങ്ങളുമുണ്ട് ഇവിടെ. പഴയ റെയിൽവേ പാലമാണ് പാമ്പൻ പാലം എന്ന പേരിൽ പ്രസിദ്ധമായിരിക്കുന്നത്. രാവണ നിഗ്രഹത്തിന് ശേഷം മടങ്ങിയെത്തിയ ശ്രീരാമനോട് രാവണനെ കൊന്ന ബ്രഹ്മഹത്യാപാപം പരിഹരിക്കുന്നതിനായി സീതാദേവിയോടും ലക്ഷ്മണനോടുമൊപ്പം ശിവലിംഗ പ്രതിഷ്ഠ നടത്തി മഹാദേവ പ്രീതി ലഭ്യമാക്കുവാൻ അഗസ്ത്യമുനി നിർദ്ദേശിച്ചു. പ്രതിഷ്ഠ നടത്തുവാൻ മുഹൂർത്തം കുറിച്ച് കൈലാസത്തിൽ നിന്നും ശിവലിംഗം കൊണ്ടുവരുവാനായി ഹനുമാനെ അയച്ചു. എന്നാൽ തിരികെ എത്താൻ ഹനുമാന് കാലതാമസം നേരിട്ടപ്പോൾ സീതാദേവി തൻ്റെ കരങ്ങളാൽ മണലിൽ ശിവലിംഗം നിർമ്മിച്ച് പ്രതിഷ്ഠിച്ചു. എന്നാൽ ശിവലിംഗവുമായി തിരിച്ചെത്തിയ ഹനുമാൻ അതുകണ്ട് അതീവ ദുഃഖിതനായി. അദ്ദേഹത്തെ സാന്ത്വനിപ്പിക്കുന്നതിനായി ശ്രീരാമനും സീതാദേവിയും ചേർന്ന് പ്രതിഷ്ഠിച്ച ശിവലിംഗത്തിനടുത്തു തന്നെ ഹനുമാൻ കൊണ്ടുവന്ന ശിവലിംഗവും പ്രതിഷ്ഠിച്ചു. മാത്രമല്ല, ആ ശിവലിംഗത്തിൽ ആദ്യം പൂജകൾ നടത്തണമെന്ന് ശ്രീരാമൻ കൽപ്പിക്കുകയും ചെയ്തു. ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പൂജകൾ നടക്കുന്നത്. ആദ്യത്തെ പൂജ ഹനുമാൻ കൈലാസത്തിൽ നിന്ന് കൊണ്ടുവന്ന ശിവലിംഗത്തിലാണ് നടത്തുക. രാമേശ്വരത്തെ ക്ഷേത്രത്തിന് സമീപമുള്ള കടലിൻ്റെ ഈ സ്നാനഘട്ടത്തിന് പേര് അഗ്നിതീർത്ഥം എന്നാണ്. ഇവിടെ സ്നാനം ചെയ്ത് ഈറനോടെ നമുക്ക് ക്ഷേത്രത്തിനുള്ളിലെ 22 തീർത്ഥങ്ങളിലെ പുണ്യസ്നാനം നടത്താം. ഭഗവാൻ ശ്രീരാമൻ തൻ്റെ വാനരസേനയ്ക്ക് ദാഹം തീർക്കുന്നതിനായി 22 അമ്പുകളെയ്ത് നിർമ്മിച്ചവയാണ് ഈ തീർത്ഥങ്ങൾ എന്നാണ് പുരാണം. ഈ തീർത്ഥങ്ങളിൽ നിന്നുള്ള ജലത്തിൽ സ്നാനം ചെയ്യുന്നത് വളരെ വിശേഷപ്പെട്ടതായി കണക്കാക്കുന്നു. കടലിനാൽ ചുറ്റപ്പെട്ട ഈ കൊച്ചുദ്വീപിൽ ഈ ക്ഷേത്രത്തിനുള്ളിൽ 22 ഇടങ്ങളിൽ കിണറുകളായും കുളങ്ങളായും ഈ ശുദ്ധജല സ്രോതസ്സുകൾ നിലനിൽക്കുന്നത് തന്നെ ഒരു അത്ഭുതമാണ്. ഇവയിൽ നിന്നും ഉപ്പുരസമില്ലാത്ത ശുദ്ധജലമാണ് ലഭിക്കുന്നത്. ക്ഷേത്രത്തിൻ്റെ മതിലിനുള്ളിൽ പ്രധാനമായി 3 ഇടനാഴികളാണുള്ളത്. അവയിൽ പുറത്തുള്ള ആദ്യത്തെ ഇടനാഴിയാണ് ലോകത്തിലെ ഏറ്റവും വലിയ ക്ഷേത്ര ഇടനാഴി. അത്ഭുതപ്പെടുത്തുന്ന ആ നിർമ്മിതിയുടെ സൗന്ദര്യം ആസ്വദിച്ചുകൊണ്ട് ഞങ്ങൾ പുറത്തേക്ക് നടന്നു.